അങ്ങനെ ഇന്ന് ഈ ഫുട്ബോളിൻ്റെ പുതിയ വെർഷൻ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. പതിവിന് വിപരീതമായി വെർഷൻ നമ്പർ മാത്രമാണ് ഇവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ 2023, 24, 25 അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ ഈ ഫുട്ബോൾ 25-ന് പകരം വെർഷൻ നമ്പറാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്കിതിന് ശേഷം അകത്തേക്ക് കയറാൻ സാധാരണ രീതിയിൽ തന്നെ സെർവർ ലോഡ് കൂടുതലായതുകൊണ്ട് ആദ്യ ദിവസം കയറാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതേ ബുദ്ധിമുട്ട് ഇന്നും അനുഭവിച്ചു. ഒരുപാട് തവണ റിട്രൈ ബട്ടൺ അമർത്തിയതിന് ശേഷമാണ് നമുക്ക് ഗെയിമിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചത്. പതിവ് സ്ക്രീനുകളെല്ലാം പതിവ് പോലെ കാണിക്കുന്നുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിയും സേനയുടെയും 2 കാർഡുകൾ നമുക്ക് ആദ്യം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ ഗെയിമിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് കാണാം. ഒരു ബൂസ്റ്റർ സ്ലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്ലെയേഴ്സിന്. അതുപോലെ തന്നെ ഇനി കോൺട്രാക്റ്റ് ഡ്യൂറേഷൻ ഉണ്ടാവുകയില്ല. ഏത് പ്ലെയറിനും കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല, നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ പ്ലെയർ പ്രൊഫഷൻ റീസെറ്റ് ചെയ്യുന്നതിന് GP ഇനി ആവശ്യമില്ല. ട്രയൽ മാച്ചിന് പകരം എക്സിബിഷൻ മാച്ചിന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ലയണൽ മെസ്സിയുടെയും നെയ്മറിൻ്റെയും ഒരു പാക്ക് ഉണ്ട്. 1800 കോയിനുകളിൽ മുടക്കിയാൽ മാത്രമാണ് ഈ പാക്കുകൾ നമുക്ക് ലഭിക്കുക. ചില സ്റ്റേഡിയങ്ങളിൽ റെയിനി സ്നോ വെതറുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എക്സിബിഷൻ മാച്ചാണ് ഇപ്പോൾ കാണുന്നത് ട്രയൽ മാച്ചിന് പകരം. ഇതാണ് നേരത്തെ പറഞ്ഞ പ്ലെയർ ബൂസ്റ്റർ. വെൽക്കം ബോണസായിട്ട് ഒരു ഫ്രീ മെസ്സി അടങ്ങുന്ന ഒരു 10 പ്ലെയേഴ്സിൻ്റെ ഫ്രീ കാർഡുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് എപ്പിക് കാർഡിൻ്റെ ഫ്രീ കാർഡും ഉണ്ട്. ഫ്രീ സ്പിന്നിങ്ങും ഉണ്ട്. മെസ്സി ഉൾപ്പെടെ 10 പ്ലെയേഴ്സിൻ്റെ കാർഡാണ്. മെസ്സിയുടെ ഹൈലൈറ്റ് കാർഡാണ് നമുക്കിത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എപ്പിക് കാർഡ്, വേൾഡ് വൈഡ് എപ്പിക് കാർഡും ഉണ്ട്. ഫ്രീ സ്പിൻ 6 സ്പിന്നുകളുണ്ട്. നമുക്കൊരു ആദ്യത്തെ ട്രൈ എന്നോണം ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്പിൻ എപ്പിക് കാർഡുകളൊന്നുമല്ല, ഒരു നോർമൽ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് മിഡ്ഫീൽഡർ. ഇനി മാനേജേഴ്സ് ലിസ്റ്റിലേക്ക് വന്നാൽ പഴയ ഉണ്ടായിരുന്ന മാനേജേഴ്സ് എല്ലാം തന്നെ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് എല്ലാം വന്നിട്ടുണ്ട് ബാഴ്സലോണയുടെ മാനേജറായിട്ട്. എറിക് ടെൻ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അങ്ങനെ കുറച്ച് പുതിയ മാനേജേഴ്സ് ഉണ്ട്. അടുത്തതായി ട്രെയിനിങ്ങിനെ പറ്റിയാണ്. ട്രെയിനിങ്ങിൽ സാധാരണ നോർമലായി ട്രെയിൻ ചെയ്യാനാണ് സാധിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ട്രെയിനിങ്ങിൽ ഓരോ ലെവലും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. ട്രെയിനിങ് പോയിൻ്റായിട്ടും 5 സ്റ്റാർ കോൺട്രാക്റ്റായിട്ടും പ്ലേയേഴ്സായിട്ടും ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് പ്ലെയർ എന്ന രീതിയിലും കിട്ടാറുണ്ട്. ഒരു ഗോൾഡൻ ഗോൾ ബൈ അവസാനം വിൻ ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിന്റ്. ഗെയിം പ്ലേയിലേക്ക് വന്നാൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റമാണ് ഫിസിക്കൽ കോൺടാക്റ്റിനെ പറ്റി. 2 പ്ലെയേഴ്സ് അറ്റ് എ ടൈം ബോളിനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കോൺടാക്റ്റ് കൂടുതലുള്ള പ്ലെയറിന് ബോൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫൈനേഴ്സ് ഡ്രിബിൾ എന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇത്തവണ ഡ്രിബിളിംഗ് സാധിക്കുന്നുണ്ട് ഈ ഫുട്ബോൾ പുതിയ വെർഷനിൽ. അതുപോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്റ്റ് എല്ലാം ഇനി ഉണ്ടായിരിക്കുന്നില്ല. കോൺട്രാക്റ്റ് കാലാവധി ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ഇതെല്ലാം പഴയ പ്ലെയേഴ്സാണ്, പഴയ ലെജൻഡറി പ്ലെയേഴ്സാണ്. മുൻപത്തെ പെസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കെല്ലാം ഇനി കോൺട്രാക്റ്റ് റിന്യൂവൽ ഉണ്ടായിരിക്കുന്നതല്ല. നമുക്കതുകൊണ്ട് ഏത് ഇവൻറ്റിലും എടുത്ത് കളിപ്പിക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ പ്രോഗ്രഷൻ റീസെറ്റിന് ഇനി GP ഒന്നും നൽകേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ഗിൽബർട്ട് സിൽവയുടെ ആക്ഷൻ എടുത്ത് പ്രോഗ്രഷൻ റീസെറ്റ് കൊടുത്താൽ നമുക്ക് GP ഒന്നും ആവശ്യമില്ല. ഗിൽബർട്ട് സിൽവ ആദ്യമുള്ള പൊസിഷനിലേക്ക് 87 പവറിലേക്ക് മാറിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്. അത് കൊടുത്താൽ അതിനും വേറെ പ്രത്യേകിച്ച് ഒരു GPയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ പഴയ പോലെ 101 പവറിലേക്ക് ഗിൽബർട്ട് സിൽവ മാറിയതായി കാണാം. അതുപോലെ സ്മാർട്ട് അസിസ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അത് വഴിയെ ഗെയിം പ്ലേയിലൂടെയാണ് മനസ്സിലാവുകയുള്ളൂ. ഗെയിം പ്ലേയിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രിബിളിങ്ങിൽ നല്ല രീതിയിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഈ ഫുട്ബോളിൽ. നമുക്ക് വളരെ നല്ല രീതിയിൽ പ്ലേയേഴ്സിനെ കൊണ്ട് ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ സാധിക്കും. അതുപോലെ തന്നെ പാസിങ്ങിലും നല്ല ആക്യുറസി, നല്ല ഒരു പെർഫോമൻസ് കൂടിയിട്ടുണ്ട് പാസിങ്ങിൻ്റെ കാര്യത്തിലും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കോൺടാക്റ്റ് കൂടുതലുള്ള പ്ലെയറിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ്. പാസിങ്ങിന് കുറച്ച് സ്പീഡ് കൂടിയതായും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കാണുന്നത് പോലെ നന്നായി ഡ്രിബിൾ ചെയ്ത് മുന്നേറാനും നല്ലൊരു ഷോട്ട് തീർക്കാനും ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റിൽ സാധിക്കുന്നത്.